ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇസ്ലാം മതത്തിൽ ജനിച്ച് ആ മതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് വലുതായി ഏതോ ഒരു പള്ളിയിലൊക്കെ ജോലി ചെയ്ത് അവിടുന്ന് അത്യാവശ്യം പൈസയും എന്തൊക്കെയോ മോഷ്ടിച്ചതിന്റെ പേരിൽ അവിടുന്ന് ആൾക്കാർ തലക്കടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു തലതെറിച്ചൊരു സാധനം ഉണ്ടല്ലോ, സുലൈമാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മറ്റേ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചെറ്റ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവനെ ഇസ്ലാം മതത്തിൽ ആരോ കൊല്ലാൻ വേണ്ടി പോകുന്നു. ഈ നാറിയൊക്കെ കൊന്നിട്ട് ഇവിടെ ഇസ്ലാം മതത്തിന് എന്ത് കിട്ടാനാണ്? ഒരു പുല്ലും കിട്ടാനില്ല എന്നുള്ളതാ. അപ്പൊ ഇവനെ കൊല്ലാൻ പോകുന്നു, ഇവനെ മറ്റൊരു ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നത്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് സ്വന്തം ഭാര്യയുടെ തല, അതായത് ഈ മതം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ഒരു ക്രൈസ്തവ സഹോദരിയെ പ്രണയിച്ച് ആ സഹോദരിയെ വിവാഹം ചെയ്തു. എന്നിട്ട് ആ സഹോദരിയുടെ മതത്തിലേക്ക് ഇവൻ കൺവെർട്ട് ചെയ്തു, ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തു. ആ മതത്തിൽ നിന്നുകൊണ്ട് ആ സമുദായത്തിലെ ആളുകൾക്കൊക്കെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. കാര്യം കുടുംബം എന്ന് പറയുന്നത് സുന്ദരമായിട്ടുള്ളൊരു ഇതാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്നുമൊക്കെ വളരെ തന്ത്രപരമായിട്ട് പൈസ പറ്റിച്ച് അവരുടെ പൈസ കൊണ്ട് സുഖസുന്ദരമായിട്ട് ഇവനും ആ സഹോദരിയും മക്കളും എല്ലാം അടിച്ചു പൊളിച്ചങ്ങോട്ട് ജീവിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അമിതമായിട്ടുള്ള പണം കുമിഞ്ഞു കൂടിയപ്പോഴത്തേക്ക് ഇവൻ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾക്ക് ചോദ്യം ചെയ്തതിന് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന പഴയ സുലൈമാൻ ആ ഭാര്യയുടെ തല സെറ്റപ്പ് ബോക്സിന് അടിച്ചു പൊളിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടാണല്ലേ. ആ സഹോദരിയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് തെമ്മാടിത്തരം പറഞ്ഞു. അവർ കള്ളുകൂടിയാണ്, അവർ മറ്റതാണ് മറിച്ചതാണ്, തേങ്ങാക്കോലയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പിഴച്ച നാറിയുണ്ടല്ലോ, ഇവനിപ്പം വീണ്ടും ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നിരിക്കുക. കാരണം ഇപ്പൊ ക്രൈസ്തവ മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ നാറിനെ ഉപേക്ഷിച്ചു. കാരണം ഇങ്ങനൊക്കെ പോകുന്നവനുണ്ടല്ലോ, ഒരു മതത്തിൽ ജനിച്ചിട്ട് ആ മതം ഉപേക്ഷിച്ച് പോകുന്ന ഒരു നാറിയും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇതുപോലുള്ള ആളുകൾ മാറുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത്. പിന്നെ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമുണ്ട് ഒരു മതത്തെ കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കി അവരവരുടെ ഇഷ്ടപ്രകാരം ആ മതത്തിലേക്ക് വരും, അവർ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്നത്. അപ്പൊ ഈ വൃത്തികെട്ട നാറിക്ക് നമ്മുടെ ഷെഫീന ബീബി കൊടുക്കുന്ന മറുപടിയില്ലേ, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. കാരണം ഇതുപോലുള്ള ചെറ്റകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ ബെറ്റർ നമ്മുടെ ഷെഫീന ബീബി തന്നെയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മറിയോ ഇറങ്ങിയിട്ടുണ്ട് പുതിയ കുൽസിതവുമായിട്ട്. ഭാര്യയെ ഉപേക്ഷിക്കുക മാത്രമല്ല, ഭാര്യയെ പറ്റി വളരെ മോശമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പൊതുസമൂഹത്തിൽ കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത്. പുള്ളിയുടെ ഒരു വാക്കിൽ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നതെന്ന്. എനിക്കത് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് വരുന്ന കുലം കുത്തികളെ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നല്ല കാര്യമാണ്. നമ്മളിലേക്ക് ഒരാൾ വരുന്നു, നമ്മൾ ചേർത്ത് പിടിക്കുന്നു, അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല, തർക്കമില്ല. പക്ഷേ അവരുടെ നാവിന് കെട്ടിട്ടില്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ മതവിശ്വാസത്തെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതെന്താണ് അങ്ങനെ, ഞങ്ങളുടെ മതത്തിൽ എന്താ പറയാനുള്ളതെന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. ഈ പറയുന്ന മരിയോയ്ക്ക് ഇപ്പൊ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഭാര്യയുമായി തർക്കമായി. ഭാര്യയും ഇയാളും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫണ്ട് ശേഖരണ പദ്ധതി ഉണ്ടായിരുന്നു. അത് NGO ആണ്. ആ NGOയിൽ കൂടെ നല്ല രീതിയിൽ സുഭിക്ഷമായി തിന്ന് അറുമായിച്ച് ജീവിച്ച ഇയാൾക്ക് ഭാര്യയുടെ വീട്ടുകാർ കുറച്ച് പൈസ അങ്ങോട്ട് മാറ്റുന്നത് കണ്ടപ്പോൾ വെപ്രാളളവി. ഇയാൾക്കും ഇയാളുടെ കൂട്ടുകാർക്കും അത്യാവശ്യം അറുമാദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഭാര്യ മൂലം ഉണ്ടായപ്പോൾ ഭാര്യയെ കള്ളുകുടിച്ച് എന്നും പിഴച്ചവളെന്നും പറഞ്ഞ് വളരെ വിടക്കാക്കി മോശപ്പെടുത്തി മാറ്റി നിർത്തി. മക്കൾ കൂടെ നിന്നതുകൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു. മാത്രവുമല്ല, അവർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു അച്ചാർ കട തുടങ്ങുമ്പോൾ ആ അച്ചാർ വിഷലിപ്തമാണെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്പനിക്ക് കത്തെഴുതിയ മിടുക്കനാണ് ഇവൻ. ഇവനെ പോലൊരു ക്രിമിനൽ വേറെ ഉണ്ടാവാൻ ചാൻസേ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ കൂടെ നിന്ന്, അതായത് ഇസ്ലാം മതത്തിൽ നിന്ന സമയത്ത് ഇവൻ മസ്ജിദിൽ നടത്തിയ ചില വിക്രിയകൾ, നുണകൾ, കളവുകൾ, അതിന്റെ ഒപ്പം തന്നെ മോഷണം, ഇതൊക്കെ കണ്ടുപിടിച്ച് ഉസ്താദ് പിടിച്ച് പുറത്താക്കിയ ദേഷ്യത്തിലാണ് ഇവൻ അങ്ങുമില്ല ഇങ്ങുമില്ല തെണ്ടി കുത്തോളെടുത്ത് നടക്കുന്ന അവസരത്തിൽ ഇവൾ പറഞ്ഞു ഞാൻ കെട്ടിക്കോളാം കൂടെ പോലും എന്ന് പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് തള്ളി കയറിയതും അവിടെ ചെന്ന് മതം മാറി മതം കൂടിയ ശേഷം ഇവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. ആ പെണ്ണാണെങ്കിൽ അന്ന് മഠത്തിലങ്ങണ്ട ചേർന്ന് നിന്നപ്പെട്ട കന്യാസ്ത്രീയായിരുന്നു. അത് മടഞ്ചാടിയാണ് ഇവനെ കെട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഈ രണ്ടുപേരുടെയും ഉള്ളിലുള്ളത് ഒരു രീതിയിലുള്ള മതബോധവുമല്ല, ഇവർക്ക് യാതൊരു രീതിയിലുള്ള പരിഗണനയും സമൂഹം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും ആദ്യം പറയേണ്ടത് അവന്റെ ഉമ്മാണ്. എത്രയോ കാലങ്ങളായി അവന്റെ ഉമ്മയെ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. രണ്ടാമത് അവന്റെ നന്മ പറയേണ്ടത് അവന്റെ ഭാര്യയാണ്. ആ സ്ത്രീ വെറും മോശക്കാരിയാണെന്നും ഡ്രൈവർക്കൊപ്പം കിടന്നവളാണെന്നും കള്ളുകുടിച്ചാണെന്നും പറഞ്ഞ ഇവൻ ആ സ്ത്രീയുടെ നാവിൽ നിന്ന് നല്ലത് കേൾക്കോ? ഇനി അടുത്ത പറയേണ്ടത് മക്കളാണ്. പെമ്പിള്ളേര് പറഞ്ഞില്ല നീ എന്റെ അച്ഛനാണെന്ന് പറയുന്നതിൽ എനിക്ക് നാളെ കേടണ്ട എരപ്പേ എന്നാണ് ആ പാവപ്പെട്ട കൊച്ചു പറഞ്ഞത്. അപ്പൊ ഏകദേശം ഇവന്റെ ക്യാരക്ടർ എന്താണെന്ന് അവന്റെ കുടുംബം തെളിയിച്ചിട്ടുണ്ട്. ഇനി നാട്ടുകാരാ പറയേണ്ടത്. കൂടെയുള്ളവർ തന്നെ തള്ളി പറയുന്ന രീതിയിൽ മോശപ്പെട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കുന്ന ഇസ്ലാമിന്റെ നേരെയാണ്. സോറി ടു സേ, ഞാൻ ക്രിസ്ത്യാനിറ്റിയ പറയാനോ അല്ലെങ്കിൽ ക്രൈസ്തവ സുഹൃത്തുക്കളെ അപമാനിക്കാനോ അല്ല ഇത് പറയുന്നത്. പക്ഷെ ഇവൻ പറയിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് മതവിഭാഗത്തിനും സ്മൂത്തായി പോകണമെന്നുണ്ടെങ്കിൽ, പരസ്പര സ്പർദ്ധയില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാറികളെ, കുലം കുത്തികളെ നിങ്ങൾ നീക്കി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് വരേണ്ടി വരും. സോറി.
വേറെ മാർഗമില്ല, നിർവാഹമില്ല. എന്റെ മതത്തിനെ തൊട്ടുകൾ ഞാൻ തിരിച്ചു തൊടുമ്പോൾ നിങ്ങൾക്കത് നന്നായി പൊള്ളും. കൃത്യവിവരണം എവിഡൻസ് വെച്ചായിരിക്കും പറയുക എന്നുള്ളത് വസ്തുത. ഇതിനകത്ത് ആർക്കും വിഷമം തോന്നേണ്ട കാര്യം. പിന്നെ ക്രിസംഗി നാറികൾ എന്റെ കമന്റ് താഴെ വന്ന് മെഴുകി വെച്ചാൽ ഞാൻ കൂടുതൽ സാധനം എടുത്തോണ്ട് വരും. ആരെങ്കിലും ഇസ്ലാം മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവരെ കൊല്ലാനുള്ള കൽപ്പന ഇസ്ലാമിൽ വല്ലതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും എന്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചേട്ടാ, ഇപ്പൊ ഇസ്ലാമിന്റെ പ്രശ്നമാണ് എനിക്ക് വലിയ പ്രശ്നം. പെണ്ണുമ്പോൾ അടിച്ചിറക്കി ദൂരെ കളഞ്ഞ് ഒരു കാര്യം പറയാം. ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്ത്രീയെ പരിഗണിക്കേണ്ട രീതിയുണ്ട്. ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പബ്ലിക്കിൽ വരുന്നവർക്ക് ഒരു അക്സെപ്റ്റൻസും മേത്തന്മാർ കൊടുക്കാറില്ല. അവർക്കത് താല്പര്യമില്ലാത്ത കേസാ. പെണ്ണിനെ അങ്ങനെ പരിഗണിക്കണമെന്നാണ്, കൃഷിഭൂമിയെ പോലെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. സ്ത്രീയെ അത്രയും പരിഗണിക്കുന്ന ഒരു വ്യക്തിക്ക് നിന്നെ പോലെ ഭാര്യ കള്ളുകുടിച്ചാണെന്നും വ്യഭിചാരിയാണെന്നും പറയുന്ന ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവിടെ വന്ന് അവരെ കമന്റ് ഇടുന്നത്. അത് നീ വളച്ചൊളിച്ചോണ്ട് വരല്ലേടാ. നിന്റെ അടുത്ത് ഒരാളും ഇത് ചോദിച്ചിട്ടില്ല. നീ രണ്ട് മതങ്ങളെ തമ്മി തല്ലിച്ച് ഇനി അവർക്കിടയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് പണം ഇസ്കി ജീവിക്കാനാണ് പ്ലാൻ ഇടുന്നത്. മുസ്ലിങ്ങളെടുത്ത് നിന്റെ ഈ കളി നടക്കത്തില്ല. നിന്നെ പോലെ കുറെ മന്ദബുദ്ധികളായ കുറെ എണ്ണം അവിടെ ഉണ്ട്. അവരെ പറ്റിക്കാം. അവരെ പറ്റിച്ച് ഇനി പൈസ വാങ്ങിച്ച് നക്ക്. അതിന് വേണ്ടിയിട്ട് നീ ഇസ്ലാമിനെ തൊഴിക്കാൻ നിൽക്കരുത്. ഇടി നീ വാങ്ങിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ അതിന് മുസ്ലിങ്ങളുടെ സഹിഹായ ഒരു ഹദീസാണ് ബുഖാരിയിൽ നിന്നുള്ളത് തന്നെ. സഹിഹുൽ ബുഖാരി 6922 വായിക്കാം. അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: I would have killed them according to the statement of Allah's messenger. Whoever changed his religion, Islamic religion, then I will kill him എന്ന്. അതായത് ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതം സ്വീകരിച്ചാൽ അവരെ കൊല്ലണം എന്ന് പ്രവാചകൻ മുഹമ്മദ് കൽപ്പിച്ചത് ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നു. മലയാളവും ഇംഗ്ലീഷും ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നു. എന്തിനാണ് ഇപ്പോൾ മാരിയോ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ 13 വർഷം മുമ്പ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചത് മുതൽ എന്നെ കൊല്ലണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കൊണ്ടിട്ടത് ശരി. ആദ്യത്തെ പകുതി എന്താ നീ വായിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നത്? ഇല്ലാന്ന് ഞാനും പറയത്തില്ല. എന്തിനാ അപ്പൊ പറയുന്നത്? അത് അങ്ങനെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? എടാ, കുലംകുത്തികളെ കൊല്ലാൻ നിർബന്ധമായിട്ട് പറയുന്നുണ്ടടാ. അതറിയത്തില്ലേ? നീ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യവുമായി നിനക്ക് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കുന്നത് ഞാൻ അന്യ രാജ്യത്ത് പോടാ, അവിടെ പോയി കിടന്നോ, ആര് വേണ്ടാന്ന് പറയുന്നത്. പക്ഷെ അവിടെ പോയിന്നുണ്ട് ഈ രാജ്യത്തുള്ളവരൊക്കെ ജിഹാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നാ കഴിഞ്ഞ് എടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ എന്താണ് അപ്പൊ കുഴപ്പമിരിക്കുന്നത്? അതെന്ത് തെണ്ടിത്തരമാണ്? നീ ഇപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ മോശമാണെന്ന് പറഞ്ഞ് ചുമ്മാ വായ്ത്താളം പറയുന്ന നിന്റെ ആ രീതി ഉണ്ടല്ലോ, ആ പെണ്ണായോണ്ട് വിട്ടുവെച്ചാൽ ഞാനാണെങ്കിൽ പള്ളിയാണ് വീട്ടിൽ കയറി നിന്നെ പൊട്ടിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ല? സുരാജ് എത്തി എടുത്ത് പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ടാവും. നാറി. നിന്റെ സ്വഭാവം കൊലം കുത്തിത്തരമാണ്. നിനക്ക് ഒരിടത്ത് ജീവിക്കണം, അവരുടെ ആഹാരം കഴിക്കണം. നീ വളർന്നു വന്നത് മുഴുക്ക ആ കുടുംബത്തിൽ ആഹാരം കഴിച്ചിട്ടല്ലടാ. മനസ്സിലുണ്ടായിരുന്നു. അതിന് അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാലങ്ങൾ പുരോഗമിച്ച് സോഷ്യൽ മീഡിയ എത്രത്തോളം വളർന്നതിന് ശേഷം അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി അവർ രണ്ടാമത്തെ തരം കൊലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പേര് ക്യാരക്ടർ അസാസിനേഷൻ എന്നാണ്. ഒരു മനുഷ്യന്റെ സൽപ്പേരിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുക എന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനും എന്റെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കമന്റുകളിൽ വന്ന് ഏറ്റവും മോശമായ കമന്റുകൾ, ഏതെല്ലാം തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. എന്തിനാണ് ഞാനിത് പരസ്യമായി പറയുന്നത് എന്ന് ചോദിച്ചാൽ, എന്നെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാരോടും 30 വർഷമായി എന്നെ പരിചയമുള്ള ഏറ്റവും വ്യക്തിഹത്യ ചെയ്യുന്നത് മുസ്ലിങ്ങളാണെന്നാണ് അവൻ പറയുന്നത്. ശരി, ആയിക്കോട്ടെ. എനിക്കും വരുന്ന കമന്റ്സിൽ ഏറ്റവും കൂടുതൽ തോമസ്, ബെന്നി, ഇങ്ങനെയുള്ള കുറെ നാറികളാണ് വന്ന് കമന്റ് ഇടുന്നത്. ഇതെല്ലാം പോകട്ടെ. ഇന്നലെ സംഭവിച്ച ഒരു സംഭവം, അതിനകത്തും ഒരു വീട്ടിലെ 4 കുട്ടികൾ മരണപ്പെട്ടതിനോട് അനുബന്ധിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഒരു കമന്റ്, ആരെങ്കിലും ക്രിസ്ത്യൻസിനെ വല്ലതും പറഞ്ഞു? ക്രിസംഗി എന്ന് തന്നെയല്ലേ അവനെ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യൻസ് മൊത്തത്തിൽ എന്ന് പറഞ്ഞു ഇല്ല. നീ എങ്ങനെയുണ്ടാ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത്? എനിക്കും അങ്ങനെ ഒരുപാട് ധാരാളം കമന്റുകൾ വരാറുണ്ട്. എന്തിന്? മുമ്പ് ഞാൻ മുഹമ്മദ് നബിക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിന്റെ ബേസ് ചെയ്തിട്ട് ഇന്നും വന്ന് കമന്റ് ഇടുന്ന അവസ്ഥകളാണ്. സഹിക്കുന്നില്ല മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. സഹിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. തല വെട്ടണമെങ്കിൽ എന്റെ തലയിലാണ് അവർ ആദ്യം വെട്ടേണ്ടത്. എന്നിട്ട് വെട്ടിയോ? ഒന്ന് ചെറു വിരൽ അനക്കെങ്കിലും ചെയ്തോ അവര്. അവളുടെ വിശ്വാസം അവർക്ക് തോന്നിയത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടുകൊടുക്കുന്നു എന്നതിനപ്പുറം, ഞാൻ തിരിച്ചു ചെന്നു എന്നതിനപ്പുറം അവരെന്തെങ്കിലും ചെയ്തായിട്ട് നിനക്ക് അറിവുണ്ടടാ നാറി. എന്തിനാടാ കള്ളം പറയണം? കള്ളം എടുക്കൂസെ. പിന്നെ എന്താണ് നമ്മുടെ ഷെഫീന കൊടുത്ത മറുപടി? അത് കിട്ടും മറുപടിയാ, മാസായി. ഇവനെ പോലുള്ള പരമനാറികൾക്കൊക്കെ ഇതുപോലെ വേണം മറുപടി കൊടുക്കാൻ. ഒരു സമുദായത്തിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് മറ്റൊരു സമുദായത്തിലേക്ക് പോയി അവിടുത്തെ ആ ക്രൈസ്തവ സമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളുടെ പണം ഊറ്റിയെടുത്ത് ഇവന്റെ പെണ്ണുമ്പളയും ഇവന്റെ കൂട്ടുകാരും ഒക്കെ അടിച്ച് ലാവിഷായിട്ട് ജീവിച്ച് സ്വന്തം ഭാര്യയുടെ തലയും തല്ലിപ്പൊളിച്ചിട്ട് വന്ന നാറി നീ ഇപ്പൊ വന്നിട്ട് ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറിയാൽ കാലെ വാരി ഇവനെ കവളം മടലും ഒക്കെ അടിക്കണവനെ. അതാണ് ചെയ്യേണ്ടത്. ഈ പഴയതൊക്കെ അങ്ങോട്ട് വിട്. നിന്നെ കൊല്ലുന്നു, വെട്ടുന്നു. കുറെ ആയല്ലോ ആരിഫ്, മറ്റേ പിന്നെ ഹാർപ്പിക് ഹുസൈൻ, മറ്റേ ജാമിദ, നുസ്രത്ത്, ഇവരെ കുറെ ആൾക്കാരുണ്ടല്ലോ. കുറെ നാളായല്ലോ പിന്നെ ഹദീസിൽ മറ്റു മതത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിഷ്കരണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആ നെറേറ്റീവ് ഇല്ലേ, അതൊക്കെ ഒരു ദൂരെ കളയടാ. ഹദീസിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ അടത്തിക്കൊണ്ട് വന്നിട്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ നാറികളെ നീയൊക്കെ മനസ്സിലാക്കുക. ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവരെല്ലാം മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് വന്നാൽ. ഇനി ഇവന് ക്രിസ്തു മതത്തിൽ പിടിച്ചു നിൽക്കാൻ ഇവന് കെൽപ്പില്ലാതെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് ഒന്നുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഈ ക്രിസംഖികളായിട്ടുള്ള ചില നാറികളുണ്ടല്ലോ, പിന്നെ ഇവന്മാര് പിന്നെ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്തെന്ന് പറഞ്ഞാലും അവന്മാര് താങ്ങിക്കോളും. കൊടുത്ത മറുപടി അത് അവന്റെ അണ്ണാക്കി തന്നെയാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ മറുപടിയും കൊടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് കൊടുക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും